വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. കേരളത്തിൽ വീണ്ടും മഴ കനത്തതോടെ ശുഭകരമല്ലാത്ത ചില വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ മധ്യ കേരളത്തിലാണ് ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ ഇന്ന് വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ പെയ്യുന്നത്. വടക്കൻ കേരളത്തിലെ ജില്ലയായ കണ്ണൂരിലെയും മലപ്പുറത്തെയും മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. അതോടൊപ്പം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ആറളം വഞ്ചിയം വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായാണ് സംശയം പ്രകടിപ്പിക്കുന്നത്. വഞ്ചിയം പയ്യാവൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഉരുൾപൊട്ടിയെന്ന സംശയം നാട്ടുകാർ അധികൃതരെ അറിയിച്ചത്. എന്നാൽ അപകടങ്ങളോ ആളപായമോ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ശുഭകരമായ ഒരു വാർത്തയാണ്. അതേസമയം മുക്കോലി, മന്ദംപൊട്ടി, ചപ്പാത്ത് മേഖലകളിൽ വെള്ളം കരകവിഞ്ഞതിനാൽ ചുരം വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മണ്ണാർക്കാട്, തിരുവിഴാംകുന്നിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മലപ്പുറം കരുവാരക്കുണ്ട് ഒലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി എന്ന റിപ്പോർട്ടുകളും അതോടൊപ്പം അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം കേരള എസ്റ്റേറ്റ് അതിർത്തിയിൽ മണ്ണും പുഴയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. പുഴയുടെ സമീപത്ത് താമസിക്കുന്നവരെ നേരത്തെ തന്നെ അപകട ഭീഷണിയെ തുടർന്ന് മാറ്റിയിരുന്നു. ഇത് ആളപായം ഒഴിവാക്കാൻ കാരണമായിട്ടുണ്ട്. അതേസമയം മലപ്പുറം ജില്ലയിലെ മലയോര മേഖലകളായ കരുവാരക്കുണ്ട, കൽക്കുണ്ട, അൽത്തക്കുന്ന് പ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ട്. ഇന്ന് വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ പെയ്യുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇന്നലെ മധ്യ കേരളത്തിലായിരുന്നു കനത്ത മഴയുണ്ടായിരുന്നത്. മധ്യ കേരളത്തിലെ കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലാണ് ഇന്നലെ ശക്തമായ മഴയുണ്ടായത്. ഇന്നലെ ഈ പ്രദേശങ്ങളിലുണ്ടായ ശക്തമായ മഴ മൂലം അവിടുത്തെ ചെറുതോടുകളെല്ലാം നിറഞ്ഞിരുന്നു. കൂടാതെ മണിമലയാറിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇതൊക്കെ ഇന്നലെ നടന്ന സംഭവങ്ങളാണ്. എന്നാൽ ഇന്ന് മധ്യ കേരളത്തിൽ നിന്ന് മഴ ശക്തമായി എന്നതിന്റെ റിപ്പോർട്ടുകളൊന്നുമില്ല. നേരെ മറിച്ച് വടക്കൻ കേരളത്തിലാണ് ഇന്ന് മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ മഴ ശക്തമാകുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പും ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളം ഏറ്റവും കൂടുതൽ വീക്ഷിച്ചു നോക്കിയത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പായിരുന്നു. അത് 136-ലും 137-ലും ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് എന്നുള്ളത്. ഈ സന്ദർഭത്തിൽ തമിഴ്നാടിനോട് കൂടുതൽ വെള്ളമെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് കത്തയച്ചിരുന്നു. അതോടൊപ്പം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ തമിഴ്നാടിനോട് കൂടുതൽ വെള്ളമെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ ഡാം ഒരു ഭാഗത്ത് വളരെ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നു. അതിനിടയിലാണ് വടക്കൻ കേരളത്തിലടക്കം ഇന്ന് ശക്തമായ മഴ പെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.